ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന പല കമ്പനികളുടെ നെയിൽ പോളിഷുകളും മാറി തുടർച്ചയായി ഉപയോഗിക്കുന്ന നഖത്തിൻ്റെ ആരോഗ്യത്തിന് അത് ഹാനികരമാണ്. ബെസ്റ്റ് എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്ഥിരമായിട്ട് നെയിൽ പോളിഷ് ഇടുന്നവരുടെ കൈകളിലെ നഖങ്ങൾ കറുത്ത നിറത്തിലാകുന്നത് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഒരു 3-4 ഡേയ്സ് നമ്മൾ നെയിൽ പോളിഷ് ഇടുവാണെങ്കിൽ അത് കഴിഞ്ഞ് അതേപോലെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ടും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പണ്ട് നമ്മുടെ പൂർവികന്മാർ നഖങ്ങളുടെ സംരക്ഷണത്തിന് ഉപയോഗിച്ചിരുന്നത് ഔഷധമൂല്യമുള്ള മൈലാഞ്ചി പോലുള്ള പച്ചിലകളായിരുന്നു. അധികം ശ്രദ്ധയും പരിചരണവുമൊന്നുമില്ലാതെ വളർത്താവുന്ന മൈലാഞ്ചി മിക്ക വീടുകളിലും അന്നുണ്ടായിരുന്നു. മൈലാഞ്ചിയിൽ ഒരൽപ്പം നാരങ്ങാനീരും കൂടി ചേർത്താൽ നല്ല നിറം കിട്ടും. അത് കൈകളിൽ ഇടാറുണ്ടായിരുന്നു, കാലുകളിൽ, നഖങ്ങളിലൊക്കെ പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നു. നഖങ്ങളുടെ ആരോഗ്യവും ഭംഗിയും നിലനിർത്താനും മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നല്ലെണ്ണ നഖത്തിൽ പുരട്ടി 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ഇളക്കിയ ശേഷം കൈകൾ മുക്കി വയ്ക്കുക. ചെറിയ ചൂട് മാത്രം മതി. ആരും ഒത്തിരി ചൂടുള്ള വെള്ളത്തിൽ കൈ മുക്കി വെച്ച് കൈ പൊള്ളിക്കരുത് കേട്ടോ. അപ്പോൾ കൈ മുക്കി വെക്കാൻ പാകത്തിനുള്ള ചൂട്, ആ ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ കൈ മുക്കി വയ്ക്കുക. ഏകദേശം ഒരു 5-6 മിനിറ്റ് നമുക്ക് ഈ രീതിയിൽ കൈ മുക്കി വയ്ക്കാവുന്നതാണ്. നഖത്തിന് സാധാരണയായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് കുഴിനഖം. ഇതിൻ്റെ പ്രധാന കാരണം നഖങ്ങളുടെ ഇടയിൽ അഴുക്ക് കയറുന്നത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിലെ മണ്ണും അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ കുഴിനഖം ഉണ്ടാക്കാനായിട്ട് ചാൻസ് കൂടുതലുള്ളതാണ്. അത് പ്രത്യേകിച്ച് ചില വ്യക്തികളിൽ അതിനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് അതിന് ചാൻസ് ഉണ്ട്. നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നാണ് നാരങ്ങ അതിൽ ദ്വാരമിട്ട ശേഷം നമ്മുടെ വിരൽ അതിൻ്റെ ഉള്ളിൽ വെക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് പഴുക്കുകയാണ് ഉണ്ടായത്. പഴുപ്പ് കൂടുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും അത് എത്രത്തോളം ഓക്കെ ആക്കുമെന്ന് അറിയില്ല. ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ എന്തോ ഒരു ഓയിൻമെൻറ്റ് വാങ്ങി തന്നു ഈ പ്രശ്നം കാരണം. അപ്പോൾ കുഴിനഖം വരുമെന്ന് തോന്നുമ്പോൾ തന്നെ ആ ഓയിൻമെൻറ്റ് ഞാൻ യൂസ് ചെയ്യുവാണെങ്കിൽ അതെനിക്ക് മാറി കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് ഓയിൻമെൻറ്റിലുള്ള ഓയിൽ കണ്ടൻ്റാണ് കുഴിനഖം കൂടുതൽ ആവുന്നതിൽ നിന്ന് തടയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആ ഓയിൻമെൻറ്റ് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ പേരും പോയി എല്ലാം പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞത് വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ നഖത്തിൽ പുരട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ആ രീതിയിൽ ചെയ്തപ്പോൾ എനിക്ക് ആ പ്രശ്നം വരുന്നതിൽ നിന്ന് തടയാൻ സാധിച്ചു. അപ്പോൾ കുഴിനഖം സ്ഥിരമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നഖത്തിൽ പുരട്ടുന്നത് നല്ലതായിരിക്കും. കുഴിനഖം തടയാനായിട്ടും അതുപോലെ വരാതിരിക്കാനായിട്ടും ആയുർവേദ മരുന്നുകളിൽ പ്രധാനപ്പെട്ടതാണ് ദുർവാദി തൈലം. ഇത് നമുക്ക് നഖത്തിൽ പുരട്ടുകയാണെങ്കിൽ നഖത്തിൻ്റെ പ്രശ്നങ്ങൾ അകറ്റുവാൻ കഴിയും. പ്രായമുള്ളവർക്ക് നഖം കെട്ടുപോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവർക്കൊരു ഒറ്റമൂലി പറയാനാണെങ്കിൽ ദിവസവും ഒരു നെല്ലിക്ക അരിഞ്ഞ് വെള്ളത്തിലിട്ട് 1-2 മണിക്കൂറിന് ശേഷം ആ വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ രാത്രി നെല്ലിക്ക അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കുക, രാവിലെ അതെടുത്ത് കുടിക്കുക. ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ നഖങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും നല്ലതാണ്. നഖം പൊട്ടിപ്പോകുന്നതും അതുപോലെ വളരുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട്. ഇതിന് ശുദ്ധമായ വെളിച്ചെണ്ണ നഖത്തിൽ തടവി മസാജ് ചെയ്യുക. 10 മിനിറ്റ് ദിവസവും ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരൽപ്പം ഉപ്പ് ചേർത്ത് ഇളക്കിയ ശേഷം അതിൽ നഖങ്ങൾ മുക്കി വയ്ക്കാം. 5 മിനിറ്റ് ഇങ്ങനെ ചെയ്യുന്നത് നഖം ആരോഗ്യത്തോടെ വളരുവാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെളിച്ചെണ്ണ ശുദ്ധമായിരിക്കണം എന്നുള്ള കാര്യമാണ്. മായം ചേർത്ത വെളിച്ചെണ്ണയിൽ എത്രത്തോളം എഫക്റ്റീവാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ എവിടെ കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ നീരയുടെ ഒരു വെളിച്ചെണ്ണ ലഭ്യമാണിപ്പോൾ മാർക്കറ്റിൽ. അപ്പോൾ അത് വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. 100% പ്യുവർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വാങ്ങിയിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് ഒത്തിരി വില കൂടുതലും ഉണ്ടാവില്ല. നഖവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റ് ചില കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ നെയിൽ പോളിഷ് അമിതമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണ്. നെയിൽ പോളിഷ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ തീരെ വില കുറഞ്ഞ നെയിൽ പോളിഷ് ഇടുന്നത് നഖങ്ങളുടെ നിറം മാറ്റത്തിന് കാരണമാവാറുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് 3-4 ദിവസം നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ നഖങ്ങൾ കറുത്ത കളറിൽ കാണാറുണ്ട്. നെയിൽ പോളിഷ് ഉപയോഗിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്
നമ്മൾ നെയിൽ അപ്ലൈ ചെയ്ത ശേഷം നെയിൽ പോളിഷ് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് പിന്നെ കട്ടയോടുകൂടി നമ്മുടെ നെയിലിൽ തേച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും പ്രശ്നങ്ങളിലേക്ക് സാധ്യതയുണ്ട്. അപ്പോൾ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവർ നഖങ്ങളുടെ സംരക്ഷണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈറ്റമിൻസിൻ്റെ കുറവ് കാരണവും നഖങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഫുഡ് ഡെയിലി കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നഖങ്ങളിൽ നെയിൽ പോളിഷ് ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെയും നിറവ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ചെക്കപ്പ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ആ കാര്യത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. എന്തായാലും കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഇങ്ങനെ നഖത്തിന് നിറവ്യത്യാസമുണ്ടെങ്കിൽ, അപ്പോൾ നിറവ്യത്യാസമുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഇട്ടിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതൊരു സീരിയസ് ആയി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.